നീ ശരിക്കും ഡ്രൈവറാണോ അല്ലേ? എപ്പം മുതൽ? അതായത് ഫെബ്രുവരി 14 കഴിഞ്ഞതിന് ശേഷം മുതൽ ഞാൻ ചെല്ലുന്ന പക്ഷെ ഈ ഫ്ലാറ്റിന്റെ അവിടെ, ഈ വീടിന്റെ അവിടെ ഒന്നുമല്ല. ഞാൻ ചെല്ലുന്ന ഒരു ചായക്കടയുടെ സൈഡിലുള്ള ഒരു സ്ഥലത്തോ, ചായക്കട ഉണ്ട്, ഒരു പെട്രോൾ പമ്പിന്റെ അവിടെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ചെക്കനോട് സംസാരിക്കുന്നത്. അത് ഇവരെന്റെ കൂട്ടുകാരനോ. അപ്പൊ ഫസ്മിന സാക്കിറിനെതിരെ പോലീസ് ഗുണ്ടായിസത്തിന് കേസ് എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല കേട്ടോ, പ്രമുഖ വാർത്താ ചാനലായിട്ടുള്ള ബിഗ് ടിവിയിൽ വന്ന ന്യൂസാണ്. നമുക്ക് ആദ്യം എന്തായാലും ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കാം. ആലുവയിൽ ഇൻഫ്ലുവൻസർമാരുടെ ഗുണ്ടായിസം. ഊബർ ഡ്രൈവർമാരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഇൻഫ്ലുവൻസർമാരായ ഫാസ്മിനിക്കും മേൻസിനുമെതിരെയാണ് പരാതി. കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ച് ദൃശ്യങ്ങൾ പകർത്തി. ഇതാണ് പരാതി. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? തീർച്ചയായും റീച്ചും എല്ലാം കഴിഞ്ഞപ്പോൾ വിഷയം പോലീസ് കേസിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇൻഫ്ലുവൻസർമാരായ വലിയ ആരാധകരുള്ള മെഹനാസും ഒപ്പം തന്നെ ഫസ്മിനയുമാണ് ഇപ്പോൾ കേസിൽ പ്രതികളായിരിക്കുന്നത്. ഇവരടങ്ങുന്ന ഒരു സംഘം, അവർ 6 പേർ ചേർന്ന് ഊബർ ഡ്രൈവറായ കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. ഈ സംഭവം നടക്കുന്നത് 2-ാം തീയതി പുലർച്ചെയാണ്. 2-ാം തീയതി പുലർച്ചെ ഈ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമായിരുന്നു യൂബർ ഡ്രൈവർ ഓടിക്കുന്നത്. ഈ വാഹനം തിരികെ നൽകുന്നതിന് വേണ്ടി എത്തിയപ്പോഴായിരുന്നു മെഹനാസിന്റെയും ഒപ്പം തന്നെ ഫസ്മിനയുടെയും നേതൃത്വത്തിലുള്ള സംഘം റോഡിൽ തടഞ്ഞു നിർത്തി ഈ കോഴിക്കോട് സ്വദേശിയായ ഊബർ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിന് ശേഷം ഫസ്മിനയുടെ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട് എന്ന് വീഡിയോ ചിത്രീകരിക്കണം എന്ന് പറഞ്ഞു. അത് വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞു. ഇത് നിഷേധിച്ചപ്പോഴായിരുന്നു കമ്പിവടി അടക്കം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിന് പിന്നാലെ ഇയാളെ വിവസ്ത്രനാക്കി വീഡിയോ ചിത്രീകരിച്ചു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ആലുവ പോലീസിൽ പരാതി നൽകുന്നത്. ആലുവ പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പാണ് യൂട്യൂബർമാർക്കെതിരെ അടക്കം ചുമത്തിയിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ. കേട്ടല്ലോ, സംഭവം മനസ്സിലായോ? അതായത് മെഹനാസിന് ഭാര്യയായിട്ടുള്ള സഫയുടെ ഡ്രൈവറെയാണ് ഈ പറയുന്ന മെഹനാസും ഫസ്മിനയും ചേർന്ന് മർദ്ദിച്ചത്. അങ്ങനെയാണ് ബിഗ് ടിവി പറയുന്നത്. എന്തിനായിരുന്നു ഈ മർദ്ദനം? അതായത് ഈ പറയുന്ന സഫയും ഫസ്മിന സാക്കിറിന്റെ മുൻ ഭർത്താവായിട്ടുള്ള ലല്ലി ഉബിയും തമ്മിൽ അവിഹിതമാണെന്ന് ഈ ഡ്രൈവർ പറയണം പോലും. ഈ ഡ്രൈവറുടെ സുഹൃത്താണല്ലോ ഫസ്മിനയുടെ മുൻ ഭർത്താവായിട്ടുള്ള ഈ പറയുന്ന ലല്ലു ഉബി. എന്തായാലും മെഹനാസും ഫസ്മിനയും കൂടി ഡ്രൈവറെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ നോക്കി. പുള്ളിക്കാരൻ പറയാൻ തയ്യാറായില്ല. അപ്പൊ ഇവരൊന്നും നോക്കിയില്ല, നല്ലോണം അങ്ങോട്ട് ഉള്ളോട്ട് കൊടുത്തു. എന്ത് പറയാനല്ലേ? സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ടപ്പോ എനിക്ക് ചിരിയാണ് വന്നത്. വന്നവരുടെ കാര്യം കയ്യാങ്കാടിയിലേക്ക് ഇവർ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓൾറെഡി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവര് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. ഒരു ഭാഗത്ത് ഫസ്മിന സഫക്കെതിരെ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നു. ഇത് കണ്ട് സഫ എന്താക്കുന്നു, തിരിച്ചും ഫസ്മിനക്കെതിരെയും തന്റെ ഭർത്താവായിട്ടുള്ള മെഹനാസിനെതിരെയും ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നു. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരാൾ ഇവിടുന്ന് ഒരു വീഡിയോ ഇടുമ്പോൾ മറ്റാളപ്പുറത്ത് 2 വീഡിയോ ഇടും, മറ്റാളപ്പുറത്ത് 2 വീഡിയോ ഇടുമ്പോൾ ഇവിടുത്തെ ആൾ 3ാമത്തെ വീഡിയോ ഇടും. ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഫസ്മിന ആണെങ്കിലും മെഹനാസ് ആണെങ്കിലും ഒരു ടീമായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയും സഫയും ലല്ലു ഇബിയും തമ്മിലുള്ള അവിഹിതം പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഇവർ പഠിച്ച പണിയും നോക്കുന്നുണ്ട്, 18 അടവും പയറ്റുന്നുണ്ട്. സഫയുടെ പഴയ ചാറ്റുകൾ പുറത്തു വിടുന്നു, എന്തൊക്കെയോ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വിടുന്നു. പക്ഷെ ഇവർക്ക് എന്താ വേണ്ട വിധത്തിൽ എഫക്റ്റീവായി ഇവരുടെ അവിഹിതം പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള ശ്രമത്തിനിടയിലാണ് ഇപ്പൊ ഈ കയ്യാങ്കളിയൊക്കെ ഉണ്ടായത്. എന്നാൽ അപ്പുറത്ത് സഫയുടെ കാര്യത്തിലാണെങ്കിലോ പുള്ളിക്കാരെ അവിഹിതം ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ല എന്നും പറയുന്നില്ല. പുള്ളിക്കാരെ ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കാത്ത രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവാണ്. ഇവിടെ സഫയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാർക്ക് ആകെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പുള്ളിക്കാരന്റെ ഭർത്താവായിട്ടുള്ള മെഹനാസിനെ പബ്ലിക്കിന് മുന്നിൽ എങ്ങനെയെങ്കിലും വൃത്തികെട്ടവനായി കാണിക്കണം. അവനൊരു നാർസിസ്റ്റ് ആണ്, ചെറ്റയാണെന്ന് പബ്ലിക്കിന് മുന്നിൽ തുറന്നു കാണിക്കണം. അതിനുവേണ്ടിയാണ് സഫ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഓൾറെഡി പ്രൂവൺ ആണല്ലോ. അതുകൊണ്ട് തന്നെ അതിനൊരു അഡ്വാൻറ്റേജ് ഇവിടെ സഫയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഇവര് തമ്മിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്, ചെളിവാരി എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ കുറെ വീഡിയോകൾ കണ്ട് ഇപ്പൊ ഓഡിയൻസിന് തന്നെ കൺഫ്യൂഷനായി, ആരെ സപ്പോർട്ട് ചെയ്യണം ആരെ എതിർക്കണം എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. കാരണം ആരും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫസ്മിനയുടെ ഭാഗം കേൾക്കുമ്പോൾ തോന്നും ഫസ്മിനാണ് ശരിയെന്ന്, സഫയുടെ ഭാഗം കേൾക്കുമ്പോൾ തോന്നും സഫയാണ് ശരിയെന്ന്. അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് ഓഡിയൻസ്. എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഈ പറയുന്ന സഫയുടെ ഡ്രൈവറെ ഈ മെഹനാസും സംഘവും കൈയേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് FIR ഫയൽ ചെയ്തിരിക്കണം കേട്ടോ. ഞാൻ FIR ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. FIRന്റെ ഉള്ളടക്കം: 1 മുതൽ 6 കൂടിയ പ്രതികൾ ആവലാതിക്കാരൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ഉടമയായ സെബീലുമായുള്ള വിരോധ നിമിത്തം. സെബീൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലലീബിന്റെ യഥാർത്ഥ പേരാണ് സെബീൽ എന്നുള്ളത്. ഓക്കെ, ബാക്കി വായിച്ചു നോക്കാം. വിരോധ നിമിത്തം സെബീലിനെ തട്ടിക്കൊണ്ടു പോകണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ആവലാതിക്കാരൻ ഡ്രൈവറായി ജോലി ചെയ്യുന്ന KL 41W1163 നമ്പർ ഊബർ കാർ ഓണറായ സഫയ്ക്ക് ടി കാർ കൈമാറുന്നതിന് സെബീലുമായി 1/3/2026 തീയതി രാത്രി 8:30 എടയപ്പുറം ഭാഗത്ത് എത്തി
കാത്തു നിന്ന സമയം 1 മുതൽ 4 കൂടിയ പ്രതികൾ ഇരു ബൈക്കുകളിലും എത്തി കാറിന് പിറകെ നിർത്തി. 1ഉം 2ഉം പ്രതികൾ ബൈക്കിൽ നിന്നിറങ്ങി വന്ന് 1ആം പ്രതി ഡ്രൈവർ സീറ്റിലിരുന്ന ആവരാധിക്കാരനെ കാറിന്റെ ഡോർ തുറന്ന് ഇടിവള കൊണ്ട് ആവരാധിക്കാരന്റെ മുഖത്തിടിച്ചു. 1 മുതൽ 4 വരെയുള്ള പ്രതികൾ ആവരാധിക്കാരനെ ബലമായി ടി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറക്കി ബലമായി ടി കാറിന് മുൻസീറ്റിലിരുത്തി. 1ആം പ്രതി ടി കാർ ഓടിച്ചു. 2ആം പ്രതി ഓത്ത് ആവരാധിക്കാരന് പാമ്പയം ഭാഗത്ത് മെഹന സ്കൂൾ ബാറിൽ കൊണ്ടുപോയി. 3ഉം 4ഉം പ്രതികൾ ടി കാറിന് ബൈക്കിൽ പിന്തുടർന്നെത്തിയും ടി സ്ഥലത്ത് ഉണ്ടായിരുന്ന 5ആം പ്രതികൾ ആവരാധിക്കാരന്റെ കൈത്തിന് കുത്തിപ്പിടിച്ച് തടഞ്ഞു നിർത്തി. 1ആം പ്രതി ആവരാധിക്കാരന്റെ കമ്പി വടിക്ക് അടിച്ച് വേദനിപ്പിച്ച് സെബീറിയും സഫയും തമ്മിലുള്ള അവിഹിത ബന്ധമുണ്ടെന്ന് നിർബന്ധിച്ച് പറയിപ്പിച്ചു. 3ആം പ്രതി ടി കാര്യം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു. 1ഉം 2ഉം 5ഉം 6ഉം പ്രതികൾ ചേർന്ന് ആവരാധിക്കാരന്റെ പാന്റും ഷർട്ടും ബലമായി ഊരിയും 3ആം പ്രതി അത് മൊബൈൽ റെക്കോർഡ് ചെയ്തും കേസ് കൊടുത്താൽ റെക്കോർഡ് പുറത്തുവിടുന്നുവെന്നും പറഞ്ഞ് 3ആം പ്രതി ആവരാധിക്കാരനെ ഭീഷണിപ്പെടുത്തിയും 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ചേർന്ന് ആവരാധിക്കാരനെ തട്ടിക്കൊണ്ടുപോയി അന്യായ തടങ്കലിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് സെബീറിനും സഫയും തമ്മിലുള്ള അവിഹിത ബന്ധമുണ്ടെന്ന് നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് കേസ് കൊടുത്ത് വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിനും പരസ്പരം ഉത്സാഹിക്കുകയും സഹായിക്കുകയും വർത്തിച്ച കാര്യം. ഇതാണ് എഫ്ഐആർ. ഇവിടെ ഈ പരിപാടി ചെയ്യാൻ മെഹനാസ് ഒറ്റയ്ക്കല്ല, ഒരു 5-6 സഹായികളും കൂടെ ഉണ്ട് അല്ലെ. അവരെയും കൂടി ഇപ്പൊ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. എന്തായാലും എഫ്ഐആറിൽ എവിടെയും ഫസ്മിന സാക്കിറിന്റെ പേര് പരാമർശിക്കുന്നില്ല അല്ലെ. പരാമർശിക്കുന്നത് മുഴുവനും മെഹനാസിനെ കുറിച്ചും മെഹനാസിന്റെ കൂടെയുള്ള ആൾക്കാരെയും കുറിച്ചാണ്. പക്ഷെ ഇതെല്ലാം നടന്നത് ഫസ്മിനയുടെ അറിവോടെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് തുടർന്ന് മനസ്സിലാകും. എന്തായാലും ഈ എഫ്ഐആർ വായിച്ചപ്പോഴും ഇതിനെ ന്യൂസ് കണ്ടപ്പോഴും ഞാൻ ഓർത്തത് ഈ ലല്ലൂബിനെ കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാഥ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരെ കണ്ടില്ല, സമ്മതിച്ചു കൊടുക്കണം. ഇപ്പോഴും ആശാൻ ഇതുവരെ പിക്ചറിൽ രംഗപ്രവേശനം ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും രംഗപ്രവേശനം ചെയ്യുമായിരിക്കും അല്ലെ. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുറയും. ഈ പറയുന്ന മെഹനാസ് ഈ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്ന ഒരു ക്ലിപ്പ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. നീ ശരിക്കും ഡ്രൈവറാണ് അല്ലേ? എപ്പം മുതൽ? അതായത് ഫെബ്രുവരി 14 കഴിഞ്ഞതിന് ശേഷം മുതൽ. ഓക്കെ, ഇവിടെ മെഹനാസ് ഈ പറഞ്ഞ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ടല്ലേ നീ ശരിക്കും അവളുടെ ഡ്രൈവർ ആണോ ഇല്ലയോ എന്ന് അല്ലേ. അപ്പൊ അന്നേരം അവന്റെ മറുപടി എന്താണ്? അതേന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഫെബ്രുവരി 14 മുതൽ നീ അവളുടെ ഡ്രൈവർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവൻ അതേന്ന് പറയുന്നുണ്ട്. ഇത്രേ ക്ലിപ്പിലുള്ളൂ. ഇതിന് മുമ്പ് എന്ത് സംഭവിച്ചു, ഇതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. ഇതിന്റെ ഫുൾ ക്ലിപ്പ് ഫസ്മിന സാക്കിർ പുറത്തു വിടുമെന്നാണ് പറയുന്നത്. വിടുമായിരിക്കും അല്ലേ, പുറത്തു വിടട്ടെ. എന്താണ് ശരിക്കും നടന്നതെന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫസ്മിന സാക്കിർ തന്റെ ഭാഗ്യം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഫസ്മിനക്ക് പറയാനുള്ള എന്താന്നുള്ളത് കേട്ടോക്കാം. അയ്യേ, ഞാൻ തല്ലിന്നാ? എനിക്കറിയില്ല. ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടില്ലേ. തല്ലി കേസ് ഇതൊന്നും എനിക്കറിയില്ല. തല്ല് കിട്ടിയിട്ടില്ല. ഇത് സഫയുടെ മറ്റേ ഊബർ ഓടിക്കുന്ന ചെക്കെന്ന് പറഞ്ഞ ചെറുക്കനെ ഊബർ ഓടിക്കുന്നില്ലായിരുന്നു. അപ്പൊ അവനെ ആലുവയെന്ന് ഇടയപ്പുറത്തുനിന്ന് നാട്ടുകാരൊക്കെ കൂടി പൊക്കി. ഷിബിലി അവളുടെ വീട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഇവൻ മറ്റേ ഊബറിൽ കാവൽ നിൽക്കുമായിരുന്നു. അങ്ങനെ ആൾക്കാർക്ക് ഡൗട്ട് തോന്നി പൊക്കിയപ്പോഴത്തേക്ക് ഇവർ രണ്ടാളും ഓടി. അങ്ങനെയാണ് സംഭവം. എന്നിട്ട് ഇവനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ഇവരെല്ലാം സത്യവും പറഞ്ഞ് ഇവർ തമ്മിൽ റിലേഷനാണ് അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ്. അപ്പോൾ അത് വീഡിയോ എടുത്തല്ലോ. വീഡിയോ എടുത്തതിന്റെ പേരിൽ ലല്ലു എന്ന് പറഞ്ഞാൽ ഷിബിലി പറഞ്ഞ് എന്നാ പിന്നെ ഞാൻ നിന്നെ തല്ലാം, എന്നിട്ട് സ്റ്റേഷനിൽ നമുക്ക് കള്ളപ്പരാതി കൊടുക്കാം. അതാവുമ്പോഴത്തേക്കും ഈ വീഡിയോ പുറത്തു വന്നാലും നമുക്ക് ഇങ്ങനെ പറയാലോ പറയിപ്പിച്ചെടുത്തേന്ന്. ആക്ച്വലി ആ ചെക്കൻ എല്ലാ സത്യവും പറയുന്ന വീഡിയോ എന്റെ ഉണ്ട്. മനസ്സിലായി? ഇത് എന്റെ ഫ്രണ്ടും കൂടെയോ. അവന്റെ മുഖം കാണിക്കുന്നതല്ലേ, തല്ലുന്ന എന്തെങ്കിലും വീഡിയോ ഉണ്ടോ? വെറുതെ പറയും. ഇത് വീഡിയോ എടുത്ത ദിവസം അവന്റെ വീഡിയോ എടുക്കുന്ന ടൈമാണ്. ഇതിൽ എവിടെയെങ്കിലും അവന് തല്ലിന്റെ എന്തെങ്കിലും ഉണ്ടോ? ഒരു തല്ലുമില്ല. അത് കഴിഞ്ഞ് പോലീസ് വന്ന് സംസാരിച്ച് അവൻ പോയി. അവനും ഷിബിലിയും പോയി. അപ്പോഴൊന്നും തല്ലില്ല. ഇത് കഴിഞ്ഞിട്ടാണ് തല്ല് കിട്ടുന്നത്. അതായത് സഫ പറഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ പുറത്തു വന്നാലും എല്ലാ കാര്യവും പുറത്തു പോകും, അതുകൊണ്ട് നമുക്ക് തല്ല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാന്ന്. ഇത് ഓൾറെഡി ഞാൻ അറിഞ്ഞ കാര്യം. ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അറിഞ്ഞതാ. പ്രശ്നമില്ല, എന്റെ വീഡിയോ മൊത്തം ഉണ്ട്. ഓക്കെ, അപ്പൊ താൻ ഈ പിക്ചറിലേ ഇല്ല, തന്നെ കൊടുക്കാൻ വേണ്ടി സഫയും ലല്ലൂബിയും കൂടി ചേർന്ന് കള്ളക്കേസ് കൊടുത്തതാണ് എന്നൊക്കെയാണ് ഫസ്മിന സാക്കിർ പറഞ്ഞു വെക്കുന്നത് അല്ലേ. അല്ലാതെ പിന്നെ ഫസ്മിന അങ്ങനെയൊക്കെ തന്നെയല്ലോ പറയൂ. ഞാനാണ് തല്ലിന് നേതൃത്വം കൊടുത്തതെന്ന് ആരും വിളിച്ചു പറയൂലല്ലോ. എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ ഇടയിൽ കൂടെ ഫസ്മിന ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. എന്താണത്? ലല്ലൂബി സഫയുടെ ഫ്ളാറ്റിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് ലല്ലൂബിയുടെ സുഹൃത്തായിട്ടുള്ള സഫയുടെ ഡ്രൈവർ പുറത്ത് ഇവർക്ക് എസ്കോട്ട് നിന്നു. അത് നാട്ടുകാർ പൊക്കി, നാട്ടുകാർ നല്ലോണം കൊടുത്തു എന്നൊക്കെ ഫസ്മിന പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്റെ ചോദ്യം അതല്ല, നാട്ടുകാർ അങ്ങനെ നല്ലോണം പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൂട്ടേജ് എന്തായാലും പുറത്തു വരൂലേ? ഉറപ്പായിട്ടും പുറത്തു വരും. തല്ലുമ്പോൾ നാട്ടുകാരിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ എന്തായാലും അത് വീഡിയോ എടുക്കും, അത് അവർ പുറത്ത് വിടുകയും ചെയ്യും. അങ്ങനെ ഒരു ഫൂട്ടേജ് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്മിന ഈ പറഞ്ഞ കാര്യം എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. എന്തായാലും ഫസ്മിനയുടെ പക്കൽ എന്തെങ്കിലും ഫൂട്ടേജ് ഉണ്ടെങ്കിൽ, അതായത് ഈ നാട്ടുകാരി ഈ സഫയുടെ ഡ്രൈവറെ തല്ലുന്ന എന്തെങ്കിലും ദൃശ്യം കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഈ ഫസ്മിന പുറത്തു വിടണം. മെഹനാസും കൂട്ടരും തല്ലുന്നല്ല കേട്ടോ, നാട്ടുകാർ തല്ലുന്ന ഫൂട്ടേജ്. എന്തായാലും ഫസ്മിനക്ക് പറയാനുള്ള ബാക്കി കേട്ടോക്കാം. 8:15 ആയപ്പോഴത്തേക്കാണ് ലല്ലു ഊബറായിട്ട് സഫയുടെ അടുത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലല്ലു ഫ്ലാറ്റിലോട്ട് കയറിയത് മെഹനാസ് വീഡിയോ എടുത്തു. കഴിഞ്ഞ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കാണ് ലല്ലു ഓടിയത്. അപ്പൊ ഊബറിന്റെ അവിടെ നാജി വെയിറ്റ് ചെയ്യുക. നാജിക്ക് ഓടാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല.
നാജി അങ്ങനെ മെഹനാസ് കയ്യിൽ പെട്ട് അത് മെഹനാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാജിനെ കിട്ടിയിട്ടുണ്ട്, നാജി കൂടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാ, നേരിട്ട് സംസാരിക്കാം, വീഡിയോ എടുക്കാം, എല്ലാ കാര്യങ്ങളും ഇവൻ പറയും, ഇവൻ സത്യം പറയും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് കണ്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ ഈ ഫ്ലാറ്റിന്റെ അവിടെ ഈ വീടിന്റെ അവിടെ ഒന്നുമല്ല. ഞാൻ ചെല്ലുന്ന ഒരു ചായക്കടയുടെ സൈഡിലുള്ള ഒരു സ്ഥലത്തോ, ചായക്കട ഉണ്ട്, ഒരു പെട്രോൾ പമ്പിന്റെ അവിടെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ചക്കരോട് സംസാരിക്കുന്നത്. അത് ഇവനെന്റെ കൂട്ടുകാരനാ. ഇവന് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്നതാ. അപ്പം അല്ല, ഫുഡല്ല, ഞാൻ പൈസ അയച്ചു കൊടുക്കുന്ന ഗൂഗിൾ പേയില്. ഇവൻ എന്നിട്ട് ലല്ലുവിന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നായിട്ട് വല്ല കോണ്ടാക്ട് കുറഞ്ഞു. അതെനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവനിപ്പോ ലല്ലുവിന് വേണ്ടിയിട്ടാണ് ഈ പരാതി കൊടുത്തേക്കുന്നത്. അതായത് ഇവൻ എന്റെ ഇവന്റെ വായിൽ നിന്ന് എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തെന്ന് മനസ്സിലായപ്പോഴാണ് മേ ബി ഇവര് പേടിച്ചിട്ടാവും, ഈ വീഡിയോ ഞാൻ പുറത്തു വിടുന്നു പേടിച്ചിട്ടാവും. ഇത്ര സത്യങ്ങൾ ഇവൻ പറയുന്നുണ്ടല്ലോ, ഓവർ ഓടിച്ചിട്ടില്ല, എഗ്രിമെന്റ് ഇല്ല, ഒന്നുമില്ല എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. പക്ഷെ ആ ടൈമിൽ അവന്റെ മേത്ത് ഒരു മുറിവും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇവന്റെ മേത്ത് മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നില്ലെങ്കിൽ ലല്ലു മുറിവാക്കിയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, കള്ളപ്പരാതി കൊടുക്കാം, മെഹനാസ് ഫസ്മിനെ ഉപദ്രവിച്ചതാക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അവനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. ഇവനായിട്ട് ഉപദ്രവിക്കുന്നത്. അങ്ങനെ പറയാം. അപ്പൊ ഈ നാജി എന്ന് പറയുന്നത് സഫയുടെ ഡ്രൈവറിന്റെ പേരാണ് കേട്ടോ. എന്തായാലും ഈ പറയുന്ന മെഹനാസും കൂട്ടരും സഫയുടെ ഡ്രൈവറിനെ ഉപദ്രവിക്കുന്ന സമയത്ത് ഫസ്മിന അവിടെ ഇല്ലെങ്കിൽ കൂടിയും പിന്നീട് മെഹനാസ് വിളിച്ചിട്ട് ഫസ്മിന അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അത് ഫസ്മിനോട് തന്നെ വോയിസ് ക്ലിപ്പിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞതാണല്ലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്മിനെ പിക്ചറിലേ ഇല്ല എന്ന് പറഞ്ഞതിൽ ഒരു പ്രസക്തി ഇല്ല. ഫസ്മിനക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ചെറിയ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഒരിക്കലും ഫസ്മിനക്ക് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റൂല. എന്തായാലും ഇതിനിടയിൽ ഒരു കാര്യം ഫസ്മിന പറഞ്ഞു വെക്കുന്നുണ്ടായില്ലേ, ലല്ലു ബി സഫയുടെ ഫ്ലാറ്റിലേക്ക് കയറി പോകുന്നത് മെഹനാസ് കണ്ടു. അങ്ങനെ ലല്ലുബിനെ ചേസ് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ലല്ലുബി ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. അതിനിടയിലാണ് നാജിനെ കിട്ടിയത് എന്നൊക്കെ അല്ലേ. അങ്ങനെയെങ്കിലും എന്റെ ചോദ്യം അതല്ലേ, ഇത്രയും ലല്ലുബിനെ ചേസ് ചെയ്തിട്ടും ലല്ലുബിന്റെ ഒരു ഫൂട്ടേജ് പോലും നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ലേ? അല്ല, കുറെ കാലമായി നിങ്ങൾ എല്ലാവരും ലല്ലുബിനെ പിന്നാലെ കൂടിയിട്ട്. എന്നാൽ അവന് ഫ്ലാറ്റിൽ നിൽക്കുന്നതിന്റെയോ സഫയുടെ കൂടെ നിൽക്കുന്നതിന്റെ ഒരു ഫൂട്ടേജ് പോലും നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. ഇവൻ ആരോ മായാവിയോ അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവന് സഫയുടെ ഫ്ലാറ്റിലേക്ക് കയറി പോകുന്നത് കണ്ടു, സഫയുടെ കൂടെ കറങ്ങുന്നത് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ ഇവനും സഫയും തമ്മിൽ ഫ്ലാറ്റിൽ ഒരുമിച്ച് നിൽക്കുന്നതിന് ഒരു ഫുട്ടേജ് പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കും അല്ലെ, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തെങ്കിലും ഒരിക്കലും അവരുടെ അവിധം പൊളിയും, ഉറപ്പായിട്ടും പൊളിയും. എന്നാലും ഇതിനെല്ലാം ശേഷം ഫസ്മിനെ തന്നെ ഈ ന്യൂസ് കൊടുത്ത ബിഗ് ടിവിക്കെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും കേട്ടോ നോക്കാം. നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ബിഗ് ടിവി എന്ന് പറയുന്ന ചാനലിൽ എനിക്കെതിരെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ കമ്പിപ്പാര വെച്ച് നഗ്നമായിട്ട് നിർത്തി ഊബർ ഡ്രൈവറിനെ തല്ലിന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. ഈ ചാനലിനോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, നിങ്ങൾക്ക് ന്യൂസിനോ കണ്ടന്റിനോ ക്ഷാമം ഉണ്ടെങ്കിൽ വെറുതെ ഒരാളുടെ തലയിലോട്ട് എടുത്തല്ല ന്യൂസ് ഇടുക. കാര്യം അന്വേഷിച്ചിട്ട് മാത്രമാണ് ന്യൂസ് ഇടേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ആരെങ്കിലും വന്ന് പൈസ തന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടോ വെറുതെ ഒരു ആളെ അപമാനിക്കാൻ നിൽക്കരുത്. എന്റെ ഫേസ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കണം. കാരണം ഞാൻ നഗ്നമായിട്ട് നിർത്തിയത് നിങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തതിന്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ അത് നല്ല രീതിയിൽ പ്രശ്നമാവും. ബിക്കോസ് ഞാൻ എന്തായാലും ഇത് കേസിന്റെ രീതിയിൽ മൂവ് ചെയ്യും. ഈ ചാനലിനെതിരെ, ഈ ബിഗ് ടിവി എന്ന് പറഞ്ഞ ചാനലിനെതിരെ ഞാൻ എന്തായാലും മൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത് പരാതി എന്നുള്ള സംഭവം ഞാൻ ആലുവ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരാതി പോലും അവിടെ പോയിട്ടില്ല. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്ര ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഡ്രാമ കളിച്ച് ന്യൂസ് ഇറക്കുന്നത്? ഇത് സ്ക്രിപ്റ്റ് ആണോ? എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് തരത്തിലുള്ള ലെവലിലോട്ടാണ് നിങ്ങൾ ഇത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെന്തായാലും ബിഗ് ടിവി എന്ന് പറയുന്ന ചാനലിന് ഇതിന് ഉത്തരം തരണം. ചാനൽ തുടങ്ങി റീച്ച് ആവാൻ വേണ്ടി എന്തും പറയാം. ബിക്കോസ് ഓൾറെഡി കണ്ടന്റ് കുറച്ച് എയറിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തും പറയാന്നുള്ള ഇതിലാണെങ്കിൽ അത് നടക്കൂല. ഞാൻ എന്തായാലും നിയമത്തിന്റെ രീതിയിൽ പോവും. ചാനൽ ഇതിനൊരു ഉത്തരം തരണം. അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ഞാൻ ആലുവ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരാതി പോലും അവിടെ പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്നൊക്കെ ഫസ്മിനെ പറയുന്നുണ്ട്. അല്ല ഫസ്മിനെ, പരാതി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ FIR ഇടൂലല്ലോ. പരാതി പോയതുകൊണ്ടല്ല അവിടെ FIR വീണത്. അപ്പൊ പരാതി പോയിട്ടില്ല എന്ന് നീ പറയരുത്. പരാതി പോയിട്ടുണ്ട്, കൃത്യമായി FIR ഇട്ടിക്കണം. പിന്നെ ഇതിൽ നിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ബിഗ് ടിവിക്കാർ അടിച്ചിറക്കിയത്. അതിനൊരു പക്ഷേ നിനക്ക് വേണമെങ്കിൽ ബിഗ് ടിവിക്കെതിരെ കേസ് കൊടുക്കാം. കാരണം തല്ലുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. തല്ലി കഴിഞ്ഞതിന് ശേഷമാണ് നീ അവിടെ എത്തിയത്. പക്ഷെ നീ തല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ബിഗ് ടിവിക്കാർ ന്യൂസ് കൊടുത്തത്. വേണമെങ്കിൽ നിനക്കതിന് അവർക്കെതിരെ കേസിന് പോകാം. പക്ഷെ അങ്ങനെ പോയിട്ടും കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിനക്ക് നിന്റെ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പബ്ലിക്കിന് മുന്നിൽ ഇങ്ങനെ പറയാമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കടുപ്പ് വശമെന്ന് പറയുന്നത്. ഇനി സഫ ലല്ലൂബി വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മെഹനാസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി കണ്ട ശേഷം നമുക്ക് നിർത്താം. മുന്നേ ഇവള് റൂമറി വന്നതിന് ശേഷമാണ് ഇവര് കോണ്ടാക്ട് ചെയ്ത് എന്നൊക്കെയാണ് സഫ പറയുന്ന ഒരു വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ലല്ലുവിനെ ഞാനിപ്പോ ഈ ഒരു ഇതിലാണ് പരിചയപ്പെട്ടത്. മീൻസ് എന്റെ വണ്ടി ഞാൻ ഒരാൾക്ക് ഊബർ ഡ്രൈവറിന് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഫ്രണ്ടായിരുന്നു ലല്ലു. ആ വഴിയാണ് ഞാനിപ്പോ ഈ ഒരു പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ കോണ്ടാക്ട് ആയത്.
അതുവരെ കോണ്ടാക്ടും കാര്യങ്ങളൊന്നുമില്ല. ലല്ലുമായിട്ടൊരു ബന്ധമില്ല, ഒരു പരിചയമില്ല. ഇല്ല ഇല്ല ഇല്ല. നിങ്ങളിപ്പോ കാണുന്നത് ലല്ലു ആണ് അവിടെ ഇരിക്കുന്നത്. അവൻ അവിടുന്ന് കിടന്ന് ഓടുന്നത് എന്റെ ഫ്ലാറ്റിലാണ്. അവൻ കിടന്ന് ഓടുന്ന വീഡിയോ ഉണ്ട് എന്റെ കയ്യിൽ. ഇന്നലത്തെയാണ്, അതായത് 1-ാം തീയതിയുള്ള വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോയിൽ സഫ ഇങ്ങനെയാണ് പറയണത്. ആക്ച്വലി ഇതിന് മുന്നേ അവർ കോണ്ടാക്ട് ഉണ്ട്. ഇതിന് മുന്നേ അവർ കമ്പനി ഉണ്ട്. അവര് ഫ്ളാറ്റിൽ ഒരുപാട് പ്രാവശ്യം താമസിച്ചിട്ടുണ്ട് ഈ ലല്ലു. അതായത് അവൻ എന്റെ ഫ്ളാറ്റിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവ് ഒരുപാടുണ്ട്. കാരണം അവന്റെ ഡ്രസ്സ് അവിടെയുണ്ട്, അവന്റെ ഡ്രസ്സ് അലക്കി അവിടെ ആർത്തിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവൻ വലിക്കുന്ന ബ്രാൻഡ് സിഗരറ്റ്, അതിന്റെ ഫോട്ടോസ് ഞാൻ ഇട്ടുതരാം. അതേപോലെ തന്നെ ഇതാണ് അവന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അങ്ങനെ അവിടെ അവൻ ഒരുപാട് താമസിച്ചിട്ടുണ്ട്. അവര് സെക്ഷുവലായിട്ട് ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവന്റെ കൂടെയുള്ള അവര് തന്നെ സത്യം വെളിപ്പെടുത്തിയ കാര്യമാണ്. ഓൾറെഡി അതൊക്കെ ചില ആൾ പറയും സംശയങ്ങളല്ല. ഒരിക്കലും ഒരു സംശയത്തിൽ ഞാൻ ഒരിക്കലും മുന്നോട്ട് പോവാറില്ല. അത് പിന്നെ നിന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിനക്ക് സംശയം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതവിടെ കിടക്കട്ടെ. എന്തായാലും ലല്ലുബിയും സഫയും തമ്മിൽ മറ്റേ പരിപാടി ഇവര് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അവൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്തോ ഒരു ഫൂട്ടേജ് കാണിക്കുന്നുണ്ട്. ഏതോ ഫ്ളാറ്റിന് മുകളിൽ ഏതോ ഒരുത്തൻ നിൽക്കുന്ന വട്ടിട്ട് കാണിച്ചിട്ടുള്ള ഒരു ഫൂട്ടേജ് ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. അത് ആരാണെന്ന് കൂടി മനസ്സിലാവുന്നില്ല. ഈ ഫൂട്ടേജും വെച്ച് അത് ലല്ലുബിയാണെന്ന് വിശ്വസിക്കുക ഇത്തിരി പാടാണ്. എന്തായാലും നീ നിന്റെ ശ്രമം തുടരും മോനെ. നിനക്ക് എപ്പോഴെങ്കിലും ഈ പറയുന്ന സഫയും ലല്ലുബിയും ഒരുമിച്ച് ഫ്ളാറ്റിൽ നിൽക്കുന്ന ഒരു ഫൂട്ടേജ് കിട്ടും. നീ അതിന് വേണ്ടിയാണ് ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലല്ലുബിന്റെ സാധന സാമഗ്രികളെല്ലാം സഫയുടെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്തതിന്റെ ഫോട്ടോയും ഇവൻ കാണിക്കുന്നുണ്ട് അല്ലേ. അതിനുള്ള മറുപടി സഫ തന്നെ നൽകിയതാണ്. ഡ്രൈവർ ആയിട്ടുള്ള നാജി സഫയുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഈ പറയുന്ന ഡ്രൈവിംഗുമായിട്ടുള്ള ഡീല് സംസാരിക്കാൻ പോയ സമയത്ത് കൂട്ടത്തിൽ ലല്ലുബി ഉണ്ടായിരുന്നു. ആ സമയത്ത് നാജിയുടെ ബാഗ് ഇവരുടെ ഫ്ളാറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലല്ലുബിന്റെ ചില സാധനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ സഫ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മറുപടി കൺവിൻസിംഗ് അല്ല, എന്തിരുന്നാൽ പോലും ഇത് വെച്ച് അവര് തമ്മിൽ അവിഹിതമാണെന്നൊന്നും ഉറപ്പിക്കാൻ പറ്റൂല. എന്തായാലും മെഹനാസെ, നിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് കഷ്ടമുണ്ട്. സ്വന്തം ഭാര്യയുടെ അവിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടി ഭാര്യ താമസിക്കുന്ന ഫ്ളാറ്റിന് ചുറ്റും റോന്തി ചുറ്റുക, അവിടെ കുറച്ച് സ്പൈകളെ ഏൽപ്പിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയാണ് നിന്റെ. ലോകത്ത് ഇങ്ങനൊരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നീ നിന്റെ ഭാര്യയുടെ അവിധം കണ്ടെത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ആ എഫേർട്ടിനെ സമ്മതിച്ചെന്നേ പറ്റൂ. എന്തായാലും നീ നിന്റെ എഫേർട്ട് തുടരുക. എന്തെങ്കിലും ഒരിക്കൽ നീ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തും. അല്ലാണ്ട് എന്താ ഞാനിപ്പോ ഇവനോടൊക്കെ പറയാ. എന്തായാലും ഇതിനി അടുത്ത കാലത്തൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലേ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക് വീണ്ടും കാണാം.